പത്തരമാറ്റിലാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയുക. നവ്യ അനിയോട് മാപ്പ് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട് കേട്ടോ. ആദർശിനെ മുത്തശ്ശൻ മടക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു, തൻ്റെ കൂടെ വരണമെന്ന് പറയുന്നു. ഇതിനിടയിൽ നമ്മുടെ നാഗേന്ദ്രനാണെങ്കിൽ നല്ല ഭയവും കാര്യങ്ങളുമുണ്ട്. ആദർശ് ഇനി MD കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ തൻ്റെ പ്രതീക്ഷയൊന്നും തൻ്റെ പ്രതികാരമൊന്നും നടക്കില്ല. അനന്തമൂർത്തിയേക്കാളും വലിയ അപകടകാരിയാണ് ആദർശ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ ആദർശ് വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ അവന്തികയെ എരിപിരി കയറ്റുകയും, അതായത് അവന്തികയോട് കാര്യം പറയുകയും ജാനകിയെ എരിപിരി കയറ്റാനായിട്ട് പറയുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതായത് ആദർശ് വന്നാൽ എന്തു പറ്റും, നമ്മുടെ അനിയേട്ടൻ്റെ MD സ്ഥാനം പോകുമെന്നൊക്കെ പറഞ്ഞ് ഓരോ കള്ളക്കഥ ജാനകിയെ പറഞ്ഞ് ധരിപ്പിച്ചാൽ ജാനകി നല്ല രീതിയിൽ അത് വിശ്വസിക്കും. പിന്നെ നമുക്കത് ഗുണം ചെയ്യും എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. അങ്ങനെ നാഗേന്ദ്രൻ അച്ഛൻ പറഞ്ഞതുമാതിരി നമ്മുടെ അവന്തിക ചെയ്യുന്നു. ഒടുവിലത അവന്തികയുടെ പദ്ധതി വിജയിക്കുന്നു. ആദർശ് വരുമ്പോൾ നമ്മുടെ ജാനകി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. തൻ്റെ മകൻ്റെ MD കസേര ആർക്കും വിട്ടുകൊടുക്കാനായിട്ട് കഴിയില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ജാനകിക്ക് നേരെ പൊട്ടിത്തെറിക്കുന്നു. അത് കഴിയുമ്പോൾ ഒന്നും പറയാനായിട്ട് ജാനകിക്ക് കഴിയുന്നില്ല. അവന്തികയുടെ ആ പദ്ധതി താഴെ വീഴുന്നു. ഇതിനിടയിൽ ആദർശിൻ്റെ അടുത്ത് അനി പറയുന്നുണ്ട്, എനിക്ക് ആദർശേട്ടനെ MD കസേര തരാൻ യാതൊരു മടിയുമില്ല. എനിക്ക് ആദർശേട്ടൻ തന്നെ MD ആകണമെന്നേ ആഗ്രഹമുള്ളൂ. അമ്മ വെറുതെ ആദർശേട്ടനെ കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കേണ്ട. എനിക്ക് അതിൽ യാതൊരു വിരോധവും വിദ്വേഷവും ഇല്ല. എനിക്ക് ആദർശേട്ടൻ്റെ തണലിൽ നിന്നാൽ മതി എന്ന് പറയുന്നതോടുകൂടി ജാനകിയുടെ പ്രശ്നം അവിടെ അവസാനിക്കുന്നു. ഇതേ സമയം അവന്തിക പൊട്ടിപ്പോകുന്നത് കാണാൻ കഴിയും. അങ്ങനെ അനിയുടെ നല്ല മനസ്സ് തിരിച്ചറിയുന്ന നവ്യാണെങ്കിൽ അനിയോട് നന്ദി പറയുകയും ഒപ്പം ഉപദ്രവിച്ചതിന് മാപ്പ് പറയുകയും ചെയ്യുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, കൂട്ടുകാരെ.